അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഓൾറെഡി തമ്മിലാണ് പിടിയിട്ടിട്ടുണ്ടാവില്ല. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വെച്ചിട്ട് എണ്ണയൊന്നും നമുക്ക് വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, ഒരു സ്നാക്കാണ് കേട്ടോ. എന്തായാലും തയ്യാറാക്കി നോക്കണം. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. മലയാളത്തിൽ ഞാൻ ആരും ഇതുവരെ ഞാൻ നോക്കി, ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നോക്കി. ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോ പറയാൻ വേണ്ടി ഞാൻ നോക്കി. മലയാളത്തിൽ ഞാൻ ആരുടെയും റെസിപ്പി ഞാൻ കണ്ടില്ല. ഞാൻ വേറെ കണ്ണിൽ പെടാതെ കിടക്കട്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിത് 1-2 ഹിന്ദി ചാനലിൽ പിന്നെ അതുപോലെ കുറച്ച് ഇംഗ്ലീഷ് ചാനലിലൊക്കെയാണ് ഞാനിത് കണ്ടത്. കുറേ കാലമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് അത് കഴിക്കാൻ. അപ്പോൾ എൻ്റെ റെസിപ്പി കണ്ടിട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് പോപ്കോൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും കേട്ടോ. കുറേ റെസിപ്പീസ് കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ചെയ്യാറ്, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. അത്രയും പോലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാതെ ഇരിക്കരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ എൻ്റെ അർത്ഥം. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിക്കോളൂ. ഞാൻ എൻ്റെ റെസിപ്പി കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ടെങ്കിലും നോക്കിയിട്ട് നിങ്ങൾ തയ്യാറാക്കിക്കോളൂ കേട്ടോ. അത്രയും പെട്ട ടേസ്റ്റാണ്, കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഈസി റെസിപ്പി ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ബ്രെഡ് കൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് ആ പലഹാരം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അത് അതിന് വേണ്ടിയിട്ട് ഇതേ ബ്രെഡ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തേക്കാണ് കേട്ടോ ബ്രെഡ്. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം. ഞാൻ കാണിച്ചു തരാൻ പരുവം ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഇത് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കിരിക്കിരായിട്ട് വരും. ആ ഒരു പരുവം വരെ നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക്. ഞാൻ കാട്ടിത്തരാം. ഇപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, ഇതിൽ കിടക്കട സൗണ്ട് ഉണ്ട്. ഒരു 2 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേനും ഇത് ഈ കടക്കട തിരി കൂടും, നല്ല മൊരിഞ്ഞ് കിട്ടും നമുക്ക്. ഇപ്പൊ ഒരു ചെറിയൊരു പരിവായിട്ടുള്ളൂ, ഒന്നുകൂടി ഇതായി കിട്ടും, നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ആ നേരത്തെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ മൊരിഞ്ഞുണ്ട് എന്നുള്ള പരിവായിട്ടുള്ളൂ. ഇത് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ അമർത്തുമ്പോൾ തീ എന്ന് പൊട്ടും. ഇത് ആ ഒരു പരിവം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്നായി കിട്ടും. നല്ല ഇങ്ങനെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. മതി. ഈ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾട്ട് ഉള്ളത് ഉപയോഗിക്കാൻ, വിരോധമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അൺസോൾട്ടഡ് ആണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ അങ്ങ് ഉരുക്കി വരും. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും തീ കൂട്ടി വെച്ചാൽ. അപ്പൊ ശ്രദ്ധിച്ചോളോ. ഇതിങ്ങനെ ഉരുകി വരുന്ന നേരത്ത് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പൊട്ടി വരും കേട്ടോ. അപ്പൊ അത് പേടിക്കേണ്ട, ഒരു കൈ ഒഴിച്ചെടുത്താൽ മതി വാനില എസൻസ്. ഇതിപ്പോ ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. ഈ പരിവാകുമ്പോൾ ഇതിലോട്ട് ഒരു നുള്ള്, നമ്മുടെ കൈ കൊണ്ട് ഒരു ചെറിയ നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ നുള്ള് ബേക്കിംഗ് സോഡ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരും, തൈര് കളറ് മാറിയിട്ട് വരും. ഈ ഒരു പരിവാകുമ്പോൾ അപ്പൊ തന്നെ മാറും കേട്ടോ. കൈ വിടാതെ ഒന്ന് ഇളക്കിക്കോളോ. ഈ പരുവത്തില് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ ബ്രെഡ് ഇടുന്നതിന്റെ മുന്നേട്ട്. എന്നിട്ട് ബ്രെഡ് ചേർത്തിട്ട് മതി, ഇത്രയും മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് വേഗം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പൊ നമുക്ക് സെറ്റായി കിട്ടും. തണുത്ത് വരുന്നതോട് കൂടിയിട്ട് നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് കേട്ടോ. അതൊന്ന് തണുക്കട്ടെ. ഇത് കണ്ടോ, തണുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പരിവാണ് കേട്ടോ. ഇത് നമുക്ക് ഇനി കൈ കൊണ്ട് വേറെടുത്ത് ഇടാം. ഇതിങ്ങനെ പൊട്ടിച്ചാൽ മതി. അപ്പോൾ ഈ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങ് ഉലർന്ന് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു പരിവാണ്. ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല കരിമുരാന്നിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഈസി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നമുക്ക് മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. സോസ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് 1 കപ്പ് പഞ്ചസാര. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് നെയ്യ്. എന്റെ ദൈവമേ. അപ്പൊ ഇനി ഇത് നല്ല ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് പരത്തി വേറിടിപ്പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇനി ഇത് നല്ല ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു പരിവം മതി കേട്ടോ. ഇതിപ്പോ നമ്മള് കയ്യിലെടുത്ത് പൊട്ടിക്കണ ഇതിപ്പോ പീസ് ഇത്
TV ഓഫ് ചെയ്യേ. ഞാൻ വാലടച്ചിട്ടുണ്ട് വരും അല്ലെങ്കിൽ. വെച്ചോ എന്നിട്ട് വാലടയ്ക്കാം.